എന്താണ് ഇപ്പൊ ഒരു ബോധോദയം ഉണ്ടാവാൻ കാരണം? എന്തേ ആ സമയത്ത് ഈ വർഗീയത അവർ കണ്ടിട്ടില്ലേ? ഇവിടെ ഈ സാംസ്കാരിക പ്രവർത്തകർ ഇവിടേക്ക് ഇങ്ങനെ കൂട്ടത്തോടെ വരികയാണ് എം സ്വരാജിന് വേണ്ടി. എം സ്വരാജ് അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ആളാണ്, പുസ്തകം വായിക്കുന്ന ആളാണ്. അതിനാൽ പിന്തുണ എന്നുള്ളതാണ് ഈ ഇടത് സാംസ്കാരിക പ്രവർത്തകരെല്ലാം പറയുന്നത്. പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ പുസ്തക വായനയല്ല, ഇവിടുത്തെ യഥാർത്ഥത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളോടൊപ്പം ആര് നിൽക്കുന്നു? അതാണ് ചോദ്യം. സാധാരണ മനുഷ്യന്റെ വികാരത്തിനോടൊപ്പം നിന്നിട്ടുണ്ടോ? അവരുടെ പ്രശ്നങ്ങളോടൊപ്പം നിന്നിട്ടുണ്ടോ? ആ ചോദ്യമാണ് പ്രധാനപ്പെട്ടത്. അതിലൊന്നാമത്തെ ചോദ്യം, ഇവിടുത്തെ ആശമാർ ഒരു ജാഥ നടത്തുമ്പോൾ ആ തൊഴിലാളികളെ പരിഹസിക്കാനും ആ സമരത്തെ അപഹസിക്കാനും ഒരു നേതൃത്വം തയ്യാറാവുമ്പോൾ അതിനെതിരെ ഒരക്ഷരം എഴുതാൻ ഈ എഴുത്തുകാരോ രാഷ്ട്രീയക്കാരോ സാംസ്കാരിക പ്രവർത്തകരോ നമ്മളാരും കണ്ടിട്ടില്ല. ഈ പറയുന്ന എഴുത്തുകാർ എവിടെയായിരുന്നു? ടി.പി. ചന്ദ്രശേഖരനെ അരും കൊല ചെയ്ത സമയത്ത് അതിനെ അപലപിക്കാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സാംസ്കാരിക നായകന്മാർ തയ്യാറായിട്ടുണ്ടോ? എന്തേ അവർക്ക് എവിടെയായിരുന്നു ആ സമയത്ത് ഈ അക്ഷരങ്ങൾ? എവിടെയായിരുന്നു ഈ സാംസ്കാരികം? എന്തേ അത് ഇല്ലാതെ പോയത്? അപ്പോൾ എഴുത്തുകാർ തീർച്ചയായിട്ടും സമകാലിക വിഷയങ്ങൾ അത് ഏത് പക്ഷത്തു നിന്നായാലും നെറികേടുകൾക്കെതിരെ സംസാരിക്കണം. അതാണ് എഴുത്തിന്റെ രാഷ്ട്രീയം. ഒരു ലീഡൊക്കെ പ്രവചിക്കുന്നുണ്ടോ? നല്ല റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് ഇവിടുന്ന് ജയിക്കും എന്ന് തന്നെയാണ് ഇവിടുത്തെ പൾസ്, ഇവിടുത്തെ ജനം പറയുന്നതും അതാണ്. 2026 പൊതു തിരഞ്ഞെടുപ്പിന്റെ ഒരു ടെസ്റ്റ് റിസൾട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടും. വലിയ പ്രതീക്ഷയാണ് കെ കെ രമ എം.എൽ.എ പങ്കുവെക്കുന്നത്. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ നിന്നും നിയമസഭയിലേക്ക് പോകും എന്നുള്ള